നോബൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ എന്തായാലും രാഷ്ട്രപതി ഭവനിൽ പൂർത്തിയായിട്ടുണ്ട്. ലോക നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ എത്തരത്തിലാണ്? നിലവിൽ ആരൊക്കെ പങ്കെടുക്കും എന്നതിൽ ഒരു പൂർണ്ണ രൂപം ആയിട്ടുണ്ടോ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും? ഒപ്പം കേരളത്തിൽ നിന്ന് ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ദില്ലിയിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളായ കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ മറ്റ് ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ദില്ലിയിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അവരോട് ഇങ്ങോട്ട് എത്താനുള്ള നിർദ്ദേശം, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരടക്കം ഇങ്ങോട്ട് എത്താനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാകാനും, എന്നാണെങ്കിലും അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൊത്തം 8,000-ഓളം വരുന്ന ആളുകൾക്കാണ് ഇങ്ങോട്ട് ഇപ്പോൾ ഇത് ഒരുക്കിയിരിക്കുന്നത്, ക്ഷണം നൽകിയിരിക്കുന്നത്. 8,000 എന്ന് പറയുമ്പോൾ അതിനകത്ത് സെൻട്രൽ വിസ്താര പദ്ധതിയിലെ തൊഴിലാളികളുണ്ട്, ശുചീകരണ തൊഴിലാളികളുണ്ട്, അതോടൊപ്പം വന്ദേ ഭാരത് ട്രെയിൻ ലോക്കോ പൈലറ്റുമാരുണ്ട്. അത്തരത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കർഷകരടക്കമുള്ള ആളുകളൊക്കെ അതിൻ്റെ എത്തുന്നുണ്ട്. അത്തരത്തിൽ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങ് എന്താണെങ്കിലും പ്രൗഢഗംഭീരമാക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് BJP-യുടെ ഭാഗത്ത് അടക്കം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും അതിന്റെ ഭാഗമായി തന്നെ ഉള്ള സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്ന് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. ഒപ്പം അന്താരാഷ്ട്ര രാഷ്ട്രതലവന്മാരായ ശ്രീലങ്കയെ, അതോടൊപ്പം തന്നെ ഭൂട്ടാന്റെയും ഒപ്പം ബംഗ്ലാദേശിന്റെയൊക്കെ രാഷ്ട്രതലവന്മാരടക്കം ഇങ്ങോട്ട് എത്തുകയും ചെയ്ത സാഹചര്യം സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ എന്താണെങ്കിലും കാര്യങ്ങൾ പോകുന്ന. 1000-ലധികം വരുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥരെ തന്നെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടുന്ന മേഖലകളിൽ 2500-ഓളം വരുന്ന ദില്ലി പോലീസിന്റെ സംവിധാനങ്ങളെയാണ് ഒരുക്കിയിരിക്കുന്നത്, ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റു പ്രധാനപ്പെട്ട അർദ്ധസൈനിക വിഭാഗം, അതോടൊപ്പം തന്നെ കേന്ദ്രസേന അടക്കം സുരക്ഷയ്ക്കായി രംഗത്തുമുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായും പലതരത്തിൽ സുരക്ഷ ദില്ലി ഒരുക്കിയിരിക്കുന്നു. ദില്ലിയിൽ ഡ്രോണ് ഉൾപ്പെടെ നിരോധിച്ചിരിക്കുകയാണ്. ഈ രാജ്യതലസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെ പോലീസ് സന്നാഹമുണ്ട്. മെട്രോ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, ഒപ്പം ബസ് സ്റ്റാൻഡുകൾ അടക്കം എല്ലായിടത്തും അതീവ സുരക്ഷയും ജാഗ്രതയും പുലർത്തുകയും ചെയ്യുക. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദില്ലിയിൽ വലിയ തരത്തിൽ ഈ ബോംബ് ഭീഷണി അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സത്യപ്രതിജ്ഞ ദിനത്തിൽ വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അല്പസമയത്ത് തന്നെ പ്രധാന റോഡുകളിലെല്ലാം ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം VIP മൂവ്മെന്റുകൾ, അതായത് പ്രധാനപ്പെട്ട ആളുകളുടെ മൂവ്മെന്റുകൾ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെതായ സുരക്ഷയും ട്രാഫിക് നിയന്ത്രണവും കൂടുതൽ കർശനമാകും. എന്താണെങ്കിലും 7:15-നാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ആളുകൾ, ഇഷ്ടാദികൾ ഓരോരുത്തരെ വന്നു തുടങ്ങിയാണ്. അല്പസമയത്തിൽ തന്നെ അവരെല്ലാം അങ്ങോട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തി തുടങ്ങും. നോബൽ, മറ്റൊരു കാര്യം കൂടി, മന്ത്രിസഭയിലേക്ക് വന്നാൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സാഹചര്യത്തിലാണോ 7 മന്ത്രിമാർ മന്ത്രിസഭയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്? രാഷ്ട്രീയ സാഹചര്യം എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭയിലേക്ക് പൂർണ്ണമായും മന്ത്രിമാർ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാർ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകൾക്ക്, അത് കേരളമാണെങ്കിൽ പോലും ഒരു MP വിജയിച്ച സ്ഥലത്ത് പോലും 2 മന്ത്രിമാർ നൽകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളെയും കൃത്യമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു മന്ത്രിസഭ വികസനം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ബീഹാറിനെ സംബന്ധിച്ച് ബീഹാറിൽ BJP-യുടെ ഘടകകക്ഷിയായ JDU-വിന് കൂടുതൽ സീറ്റുകൾ, അത്തരത്തിൽ JDU അവർ ഘടകകക്ഷിയാണ്. സ്വാഭാവികമായും JDU-ന്റെ സാന്നിധ്യം കൂടി ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ നിർണായകമായ പശ്ചാത്തലത്തിൽ JDU-ന് കൃത്യമായ പ്രാതിനിധ്യം നൽകുകയും കൂടി ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ബീഹാറിൽ നിന്ന് മന്ത്രിമാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ബീഹാറിനെ സംബന്ധിച്ച് ബീഹാറിന് ഒരുപാട് വികസന ആവശ്യങ്ങളുണ്ട്. ആ വികസന ആവശ്യങ്ങൾ നിറവേറ്റാൻ, പ്രത്യേകിച്ച് നിതീഷ് കുമാർ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് കൃത്യമായി തന്നെ നിറവേറ്റാൻ ഇതെല്ലാം ഗുണം ചെയ്യും എന്ന വിലയിരുത്തൽ തന്നെയാണ് ഈ കൂടുതൽ ആളുകളെ, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളൊക്കെ കൊണ്ട് അത്തരത്തിലുള്ള തീരുമാനത്തേക്ക് എന്താണെങ്കിലും പോയിരിക്കുന്നതായിരിക്കും.